Hi all, everyone. Welcome to Way to Study Table. My name is Angelet. Today we are going to discuss all the activity cards of Social Science Learning Excellence Record. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യശാസ്ത്രത്തിന്റെ എല്ലാ ആക്ടിവിറ്റി കാർഡ്സും ഈ ഒരു ഒറ്റ വീഡിയോയിലായിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു ചാനലിൽ സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 6ലെ എല്ലാ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2 അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങളൊന്ന് കാണുക, ഇച്ചിരൂടെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓരോ ആൻസറിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് നോക്കാം ആദ്യത്തെ ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് ആക്ടിവിറ്റി കാർഡ് 1 എന്താണ് കൊടുത്തിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ ആണ് അല്ലെ, പിക്ചറും ഉണ്ട്, അതുപോലെ അതിന്റെ പേരുകൾ എഴുതുക. ഓക്കെ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് ആദ്യം എന്താ കാണുന്നത്? താജ്മഹൽ ആണ് അല്ലെ. സെക്കൻഡ് വൺ കുത്തബ് മിനാർ ആണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് റെഡ് ഫോർട്ട് ആണ്. നാലാമത്തെ നമുക്ക് ഇന്ത്യ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ആക്ടിവിറ്റി കാർഡ് 2ൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒബ്സർവ് ദ ഔട്ട്ലൈൻ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ. ഈ മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള അല്ലേ, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഭാഗങ്ങൾ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പവർഫുൾ ഡൈനാസ്റ്റി, അതായത് ശക്തരായ സാമ്രാജ്യങ്ങളെല്ലാം ഡൽഹി തിരഞ്ഞെടുക്കാൻ കാരണം. എന്തുകൊണ്ട് അവർ ഡൽഹി തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ഉണ്ടായിരുന്നു അവിടെ? യെസ്, ഫെർട്ടിലിറ്റി ഓഫ് ദ ഇൻഡസ് ഗാൻജറ്റിക് പ്ലെയിൻ അല്ലെ. എവിടെയായിരുന്നു ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? അതായിരുന്നു അതിന്റെ മെയിൻ കാരണം. അവിടുത്തെ അരവല്ലി മൗണ്ടൻ റേഞ്ചസും അതുപോലെ ആ മൗണ്ടൻ റേഞ്ചസിന് എന്ത് കിട്ടിയിരുന്നു? ഒരുപാട് പാറക്കല്ലുകളും പാറകളെല്ലാം എന്തിനു ഉപയോഗിച്ചിരുന്നു? കെട്ടിടങ്ങളും കോട്ടകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അതുപോലെ എനിമീസ് വരുന്നത് അവരെ തടയാനും എന്ത് സഹായിച്ചു? ഈ ഒരു മലനിരകൾ സഹായിച്ചു. പിന്നെ റിവർ യമുന, അവിടെ ആവശ്യത്തിനുള്ള ജലഗതാഗതം, അവിടെ യമുന നദി, അത് വളരെ സഹായകരമായിരുന്നു. അതുപോലെ എല്ലാ വാട്ടർ സപ്ലൈ, ആവശ്യത്തിനുള്ള ജലമെല്ലാം എവിടെ നിന്ന് ലഭിക്കുമെന്ന്? ഡൽഹിക്ക് വേണ്ട ആവശ്യമുള്ള ജലമെല്ലാം യമുനയിൽ നിന്നും ലഭിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും എവിടേക്ക് അട്രാക്ട് ആയത്? ഡൽഹിയിലേക്ക് അട്രാക്ട് ആവാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ഓൺ വിച്ച് റിവർ ബാങ്ക് ഇസ് ഡൽഹി സിറ്റുവേറ്റഡ്? ഏത് റിവർ ബാങ്കിലാണ്? യെസ്, യമുന നദിയിലെ തീരത്താണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 2ൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഡൈനാസ്റ്റി ആൻഡ് സുൽത്താൻസ് മിസ്സിംഗ് ഇൻ ദ ഫ്ലോ ചാർട്ട്. അതായത് ഇവിടെ മിസ് ചെയ്തേക്കുന്ന ഡൈനാസ്റ്റികൾ, സാമ്രാജ്യങ്ങൾ ആരുടെയൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ പേര് ആരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കി, തുഗ്ലുക് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഡൈനാസ്റ്റി? അത് തുഗ്ലുക് ഡൈനാസ്റ്റിയാണ് അല്ലെ. സയ്യിദ് ഡൈനാസ്റ്റി ആരായിരുന്നു ഭരിച്ചിരുന്നത്? മെയിൻ ഖിസ്രു ഖാൻ ആയിരുന്നു അല്ലെ. ഇബ്രാഹിം ലോധി ഏത് ഡൈനാസ്റ്റിയാണ്? ലോധി ഡൈനാസ്റ്റി അല്ലെ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 3ൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ലെറ്റ്സ് മേക്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാം ഞാൻ ഓരോ ചാപ്റ്ററും ക്ലിയർ ആയിട്ട് സ്റ്റാൻഡേർഡ് 6 നിങ്ങൾ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ സോഷ്യൽ സയൻസിന്റെ ഓരോ ചാപ്റ്റേഴ്സും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന്റെ ആ പോർഷൻ എടുത്ത് വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, സോ ഇത് ഞാൻ റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, സമയമില്ല. ഇത്രയും ആക്ടിവിറ്റി കാർഡ്സ് എനിക്ക് 34 35 എത്രയുണ്ട്. അപ്പൊ അത്രയും തീർക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ തീരത്തില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? ഒരെണ്ണം അവർ നമുക്ക് തന്നിട്ടുണ്ട്. ആഫ്റ്റർ വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ദ ഖൽജി ഡൈനാസ്റ്റി റൂൾ? ഏത് ഡൈനാസ്റ്റിക്ക് ശേഷമാണ്, ഏത് സാമ്രാജ്യത്തിന് ശേഷമാണ് ഖൽജി ഡൈനാസ്റ്റി വന്നത്? അതിനുശേഷം നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാം? നോക്കിക്കേ, ഹു അസ്യൂം പവർ ആഫ്റ്റർ ഖുത്ബുദ്ദീൻ ഐബക്? ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം ആരായിരുന്നു സ്ഥാനം ഏറ്റെടുത്തത്? പവർ ആരുടെ കയ്യിലായിരുന്നു? അത് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, നെയിം ദ കോയിൻസ് ഇൻട്രൊഡ്യൂസ് ബൈ ഇൽതുത്മിഷ്. ഇൽതുത്മിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ്, നാണയങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് നമുക്ക് ഇവിടുന്ന് ചോദിക്കാം അല്ലെ. ഹു വാസ് ദ ചീഫ് റൂളർ ഓഫ് ദ ഖൽജി ഡൈനാസ്റ്റി? അതുപോലെ ചീഫ് റൂളർ ആരായിരുന്നു? മുഖ്യ ഭരണകർത്താവ് ആരായിരുന്നു? അതും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. അലാവുദ്ദീൻ ഖൽജി ഇവിടെ തന്നിട്ടുണ്ട്. ഹൗ ഡിഡ് അലാവുദ്ദീൻ ഖൽജി എക്സ്പാൻഡ് ഹിസ് എംപയർ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ എംപയർ, അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തത്, വിപുലപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു? യെസ്, നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യം അല്ലേ. നെക്സ്റ്റ് നോക്കിയ മാച്ച് ദ ഫോളോയിങ് ആണ്. ഖുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹം എന്താണ് ചെയ്തത്? ചേഞ്ച് ദ ക്യാപിറ്റൽ അല്ലെ, അദ്ദേഹം തലസ്ഥാനം മാറ്റി. ഇൽതുത്മിഷ് ആരായിരുന്നു? ഫൗണ്ടർ ഓഫ് മംലുക് ഡൈനാസ്റ്റി ആയിരുന്നു. അലാവുദ്ദീൻ ഖൽജി തൻക കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു സുൽത്താനേറ്റ് റൂളറിന്റെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി. ഇബ്രാഹിം ലോധി കോൺകേർഡ് ഗുജറാത്ത്, അദ്ദേഹമാണ് ഗുജറാത്ത് കീഴടക്കിയത് അല്ലേ. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി
ആക്ടിവിറ്റി കാർഡ് 4 നമുക്ക് കൊടുത്തിരിക്കുന്ന റീഡിംഗ് കാർഡാണ്. നമുക്കിവിടെ റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പതിയെ വായിച്ച് നോക്കുക. നമുക്ക് പറഞ്ഞിരിക്കുന്ന ടൈം ലൈൻ, ഏത് കാലഘട്ടത്തിലാണ് ഓരോരുത്തരും ഭരിച്ചിരുന്നതെന്നാണ്. ഓക്കെ, ബാബർ ഭരിച്ചിരുന്നത് 1526 തൊട്ട് 1530 വരെയായിരുന്നു. അതിനുശേഷം ആരായിരുന്നു നെക്സ്റ്റ് മുഗൾ റൂളർ? ഹുമായൂനും അക്ബറുമായിരുന്നു. ഹുമായൂൻ ഭരിച്ചിരുന്ന കാലഘട്ടം 1530 തൊട്ട് 1540 വരെ. അതുപോലെ അതിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഭരിച്ചത് 1555 തൊട്ട് 1556, ഒരു വർഷം അദ്ദേഹം ഭരിച്ചു. പിന്നീട് വന്നത് അക്ബർ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം 1556 മുതൽ 1605 വരെ. അതിനുശേഷം മുഗൾ റൂളർ വന്നിരുന്നത് ജഹാംഗീർ ആയിരുന്നു. ജഹാംഗീർ ഭരിച്ചിരുന്ന കാലഘട്ടം 1605 തൊട്ട് 1627 ആയിരുന്നു. ഓക്കെ, ശേഷം വന്നതായിരുന്നു ഷാജഹാനും ഔറംഗസേബും. ഷാജഹാൻ ഭരിച്ചിരുന്നത് 1622 തൊട്ട് 1658 വരെ. ഔറംഗസേബ് ഭരിച്ചിരുന്ന കാലഘട്ടം 1658 തൊട്ട് 1707 വരെയായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് റെഫർ ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 5 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ആണ് അല്ലെ. നമുക്ക് ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കി എഴുതിയാൽ മതി. മേജർ കിങ്ഡംസ് ഇൻ സദേൺ ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ കിങ്ഡംസ്, സാമ്രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ചോല ഡൈനാസ്റ്റി ഉണ്ട്, വിജയനഗരയുണ്ട്, ബാമിനി ഉണ്ട് അല്ലെ. നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം? അതെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നോക്കിക്കേ, മേജർ കിങ്ഡംസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിൽ ഏത് കിങ്ഡം ആയിരുന്നു ഉള്ളത്? ഇവിടെ ഉണ്ടല്ലോ, ഏതായിരുന്നു? മറാഠ ഡൈനാസ്റ്റി ആയിരുന്നു അല്ലേ. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. ചോല ഡൈനാസ്റ്റിയിലെ മെയിൻ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു? മെയിൻ ഭരണകർത്താക്കൾ രാജരാജ ചോലയും രാജേന്ദ്ര ചോലയും. അടുത്തത് നോക്കി, കൃഷ്ണദേവരായർ, അദ്ദേഹം ഏത് കൺട്രി ആയിരുന്നു? വിജയനഗര കിങ്ഡം ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് ബാമിനി, അത് ഭരിച്ചിരുന്ന ആരായിരുന്നു? അലാദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് വൺ മറാഠ കിങ്ഡം ഭരിച്ച ആരായിരുന്നു? ശിവാജി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 5 നമുക്ക് കൊടുത്തിരിക്കുന്ന റീഡിംഗ് കാർഡാണ്. വീണ്ടും ഇവിടെ നമുക്ക് വീണ്ടും പാരഗ്രാഫ് തന്നിട്ടുണ്ട്. വിച്ച് റീജിയൻ വാസ് നോൺ ആസ് എ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയുടെ റൈസ് ബൗൾ എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റായ്ചൂർ റീജിയൻ ആണ്. ഏത് റീജിയൻ ആണ്? റായ്ചൂർ റീജിയൻ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം? ആരായിരുന്നു ബാമിനി കിങ്ഡം സ്ഥാപിച്ചത്? യെസ്, അലാദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു അല്ലെ. വാസ് ദ ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം. ഇവിടെ തന്നെ ഉണ്ടത്. വിച്ച് റൂളേഴ്സ് ഫ്രീക്വന്റ്ലി എൻഗേജ് ഇൻ വാർ വിത്ത് ദ ബാമിനി കിങ്ഡം? അതായത് ബാമിനി കിങ്ഡമായിട്ട് തുടർച്ചയായ യുദ്ധം നയിച്ചിരുന്നത് ആരായിരുന്നു? വിജയനഗരയായിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ, വിജയനഗര ഫ്രീക്വന്റ്ലി അവര് യുദ്ധം ചെയ്യുമായിരുന്നു അവർ തമ്മിൽ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 6 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? നമുക്ക് നോക്കി ടാക്സിനെ കുറിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. മിഡിവൽ ഇന്ത്യ സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒക്യുപ്പേഷൻ ഉണ്ട്, ട്രേഡ് ആണ്. ഓക്കെ, സോ കച്ചവടത്തിൽ നിന്ന് എന്ത് ടാക്സ് ആയിരുന്നു എടുത്തിരുന്നത്? കച്ചവടത്തിൽ നിന്ന് ട്രേഡ് ടാക്സ് ആയിരുന്നു എടുത്തിരുന്നത്. അതുപോലെ അഗ്രികൾച്ചർ എന്തായിരുന്നു? അവിടെ ഷുഗർ കെയിൻ ആയിരുന്നു, കരിമ്പായിരുന്നു. പിന്നെ അവർ അവിടെ എന്താ ചെയ്യുന്നത്? ഒക്യുപ്പേഷൻ എന്തായിരുന്നു? അവിടുത്തെ ഒക്യുപ്പേഷൻ ആയിരുന്നു ഫാമിംഗ് സീരിയൽസ് അല്ലെ, കൃഷിയായിരുന്നു അല്ലെ. സീരിയൽസ് എന്ന് പറഞ്ഞ ധാന്യങ്ങൾ, അതിൽ നിന്ന് എന്ത് ടാക്സ് എടുത്തു? ലാൻഡ് ടാക്സ് എടുത്തു. അഗ്രികൾച്ചർ എന്തായിരുന്നു? പൾസസ് ആയിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ഒക്യുപ്പേഷൻ അവിടെ എന്തായിരുന്നു? ഗ്രേസിംഗ് കാറ്റിൽ, അതായത് കന്നുകാലികളെ വളർത്തലായിരുന്നു. അതിൽ നിന്ന് അവർക്ക് എന്ത് ടാക്സ് ലഭിച്ചിരുന്നത്? ഗ്രേസിംഗ് ടാക്സ് ലഭിച്ചിരുന്നു. ഗ്രേസിംഗ് ടാക്സ് ആണ് അവരുടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അഗ്രികൾച്ചർ എന്തായിരുന്നു? കോട്ടൺ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ദ സെയിം സിസ്റ്റം വാസ് ഫോളോഡ് ഡ്യൂറിംഗ് ദ സുൽത്തനേറ്റ് പീരിയഡ്. വാട്ട് വാസ് ഇറ്റ് കോൾഡ്? ഇതേ സിസ്റ്റം, ഈ ടാക്സും ഈ നികുതിയൊക്കെ ഉള്ള ഒരു സിസ്റ്റം ആയിരുന്നു സുൽത്തനേറ്റ് ഭരണത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പേരെന്തായിരുന്നു? ആ സിസ്റ്റത്തിന്റെ പേര് ഇക്ത എന്നായിരുന്നു. ഓക്കെ, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ഫോളോഡ് ഡ്യൂറിംഗ് ദ മുഗൾ റൂൾ? ഇനി ഇതേ സിസ്റ്റം, ഈ ടാക്സും നികുതിയൊക്കെയുള്ള ഈ ഒരു സിസ്റ്റം മുഗൾ ഭരണ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു സിസ്റ്റത്തെ അന്ന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ജാഗിർദാരി സിസ്റ്റം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 7 കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, എന്താ ഇവിടെ? മിഡിവൽ ഇന്ത്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ദ ഹാൻഡിക്രാഫ്റ്റ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ വില്ലേജസ് ഡ്യൂറിംഗ് ദ മിഡിവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്തൊക്കെ തൊഴിലുകളായിരുന്നു ഉണ്ടായിരുന്നത്? കാർപ്പൻട്രി ഉണ്ടായിരുന്നു, ഡൈയിങ് ഉണ്ടായിരുന്നു, വീവിംഗ് ഉണ്ടായിരുന്നു, മെറ്റൽ വർക്ക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, next one, how did agriculture in India influence the growth of the textile industry during the medieval period? അതായത് കൃഷി എങ്ങനെയായിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ബാധിച്ചിരുന്നത്? എന്തായിരുന്നു അതിനുള്ളത്? യെസ്, കാരണം എന്താ? അഗ്രികൾച്ചർ ആയിരുന്നു അന്നത്തെ മിഡിവൽ ഇന്ത്യയുടെ, അതായത് മധ്യകാല ഇന്ത്യയുടെ ഏറ്റവും വലിയ തൊഴില് അന്നത്തെ കൃഷിയായിരുന്നു. ഓക്കെ, അന്ന് അവർ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്? കോട്ടനും പൾസസും സീരിയൽസ്, ഷുഗർ കെയിൻ, ഇൻഡിഗയൊക്കെ ആയിരുന്നു അവരുടെ മേജർ ക്രോപ്സ്. ഓക്കെ, സോ ഈ കോട്ടനും ഇൻഡിഗയും സിൽക്കും ഒക്കെ എന്തിനു വളരെ ഉപകാരമായി? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വസ്ത്രങ്ങൾ നെയ്യുന്ന ഇൻഡസ്ട്രി ഉണ്ടല്ലോ, വലിയ കമ്പനികൾ, ഫാക്ടറികൾ, അതിനെല്ലാം എന്ത് സഹായകരമായി? ഈ കോട്ടനും ഇൻഡിഗയും സിൽക്ക് ഇതിന്റെയൊക്കെ കൃഷി വളരെയധികം സഹായകരമായി. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ വേർഡ് വെബ് ആണ്. നോക്കിക്കേ,
commodities that attracted foreigners to India. ഏതൊക്കെ വസ്തുക്കൾ കാരണമാണ് ഫോറിനേഴ്സ്, അതായത് വിദേശികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ആവാൻ കാരണം? ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന മെറ്റൽസ്, ഇവിടുത്തെ ലോഹങ്ങൾ കാരണം ഇവിടെ ജേംസ് ഉണ്ടായിരുന്നു, രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? സാൻഡിൽ, ചന്ദനം ഉണ്ടായിരുന്നു, ഐവറി ഉണ്ടായിരുന്നു, ലെതർ ഉണ്ടായിരുന്നു, ഇന്ത്യൻ സ്പൈസസ് ഉണ്ടായിരുന്നു, അതുപോലെ പേൾ. ഇതെല്ലാം കാരണമാണ് ഫോറിനേഴ്സ് ഇവിടേക്ക് വരാൻ കാരണം. ഓക്കെ, ആക്ടിവിറ്റി കാർഡ് നെക്സ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ആക്ടിവിറ്റി കാർഡിൽ തന്നിരിക്കുന്നത് ഹൗ മെനി ട്രേഡ് സെന്റേഴ്സ്. നോക്കിക്കേ, ട്രേഡ് സെന്റേഴ്സ് ആണ്, വ്യാപാര കേന്ദ്രങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് സൂരത്, കോഴിക്കോട്, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെയാണ് നമ്മളത് എഴുതുക, മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി ഇതിന് ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഡൽഹിയാണ്. ഓരോ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളത് ലേബൽ ചെയ്യുക. ഓക്കെ, സോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് പതിയെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 9 കൊടുത്തിരിക്കുന്ന കാർഖാനാസിനെ കുറിച്ച്. ഓക്കെ, കാർഖാനാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമല്ലേ? വിച്ച് വിത്ത് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഫൗണ്ട് ഇൻ ദ കാർഖാനാസ്. കാർഖാനാസിൽ ഏതൊക്കെ തരത്തിലുള്ള തൊഴിലുകളായിരുന്നു ഉണ്ടായിരുന്നത്? സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു, കോബ്ലേഴ്സ് ഉണ്ടായിരുന്നു, എംബ്രോയിഡേഴ്സ്, ഗോൾഡ് സ്മിത്സ്, ഡ്രയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ. ഓക്കെ, what was the significance of കാർഖാനാസ് during the medieval period? Prepare a short note. എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു കാർഖാനകൾക്കുള്ളത്? ഇതാ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ എടുത്തങ്ങ് എഴുതിയാൽ മതി. എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു? അത് സെന്റേഴ്സ് ആയിരുന്നു. എന്തിനായിരുന്നു? അവരായിരുന്നു സാധനങ്ങൾ ഉണ്ടാക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും എല്ലാം. മുഗൾ രാജാക്കന്മാർക്കും നോബിൾസിനും ഒക്കെ കൊട്ടാരങ്ങളിലേക്ക് ആരായിരുന്നു സാധനങ്ങൾ ഉണ്ടാക്കുന്നതും കൊടുത്തുവിടുന്നതും ഒക്കെ കാർഖാനാസ് ആയിരുന്നു. ഓക്കെ, കാർഖാന എന്ന് പറയുന്നത് വലിയ ബിഗ് റൂം ആയിരുന്നു. അവിടെ പലതരത്തിലുള്ള കച്ചവടക്കാർ അവരുടെ ജോലികൾ, അവരുടെ വർക്ക് ചെയ്യുന്ന, ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരു വലിയ റൂമാണ് എന്ത്? കാർഖാന. ഓക്കെ, എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ഇൻ മിഡിവൽ ഇന്ത്യ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ എവിടെയൊക്കെയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങൾ? ഏതൊക്കെയായിരുന്നു? ആഗ്രയുണ്ട്, മധുരയുണ്ട്. വേറെ ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ബനാറസ് ആയിരുന്നു, ലാഹോർ, കാഞ്ചി, ഡൽഹി. ഇതൊക്കെ അറിയപ്പെട്ട ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ആക്ടിവിറ്റി കാർഡ് 9 വീണ്ടും നമുക്ക് ബി ഓപ്ഷൻ ഉണ്ട് അല്ലേ? Do you know that the concept of zero as a written digit was developed in India? Who is the author of Leelavati, the famous work in mathematics? അതായത് പൂജ്യം കണ്ടെത്തിയത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യ രാജ്യമായിരുന്നു പൂജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, സോ ലീലാവതി എന്ന ബുക്ക് എഴുതിയത്, അത് മാത്തമാറ്റിക്സിൽ ഒരു വലിയ ഒരു ഫേമസ് വർക്കാണ്. അത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു? ഭാസ്കരാചാര്യയാണ്. ഓക്കെ, which are the major space centers in medieval India? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ മേജർ സ്പേസ് സെന്റേഴ്സ്, ബഹിരാകാശ സെന്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ജയ്പൂർ, ബനാറസ് ഉണ്ട്, ഡൽഹിയും ഉജ്ജയിനുമായിരുന്നു. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോ ഫോറിനേഴ്സും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു? അൽ ബിറൂനി ഏത് രാജ്യത്തിൽ നിന്നുള്ള ആളായിരുന്നു? സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആളായിരുന്നു. ഇബാൻ ബട്ടൂട്ട വന്നത് മൊറോക്കോയിൽ നിന്നായിരുന്നു. റാൽഫ് ഫിച്ച് വന്നിരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു. ബെർണിയർ വന്നിരുന്നത് എവിടെ നിന്നായിരുന്നു? ഫ്രാൻസിലായിരുന്നു. നിക്കോളോ കോണ്ടി വന്നിരുന്നത് ഇറ്റലിയിൽ നിന്നായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി കാർഡ് 10 പറഞ്ഞിരിക്കുന്നത് നമുക്ക് മൂന്നാമത്തെ പാഠം കേരള ദ ലാൻഡ്, റെയിൻ ആൻഡ് പീപ്പിളിൽ നിന്നാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഗ്രോസറീസ് ഉണ്ട്. ഓക്കെ, അശ്വതിയും അശ്വതിയുടെ അമ്മയും കുറച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ, ഓണത്തിന് അവർ പോയി സെലിബ്രേഷന് വേണ്ടി വാങ്ങിക്കാൻ. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരിക്കും അവർ ഫ്ലവേഴ്സ് വാങ്ങി? ക്രിസാന്തമം, ജാസ്മിൻ, ലോട്ടസ്, മാരിഗോൾഡ് ഒക്കെ ആയിരിക്കാം വാങ്ങിച്ചത്. വെജിറ്റബിൾസ് ഒക്ര, സ്നേക്ക് ഗാർഡ്, കുക്കുംബർ, പംകിൻ, ബിറ്റർ ഗാർഡ്. ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക കേട്ടോ. ഗ്രോസറീസ് എന്തൊക്കെയായിരിക്കും വാങ്ങിച്ചത്? റൈസ്, ജാഗറി, പൾസസ്, ചില്ലി, കൊറിയാണ്ടർ. ഓക്കെ, ഇനി നോക്കി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വേർ ഡു ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ് കം ടു കേരള ഫ്രം? നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഭക്ഷ്യസാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ഏത് രാജ്യത്തിൽ, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ കുമ്പത്തിൽ നിന്നും മേട്ടുപ്പാളയത്തിൽ നിന്നും മൈസൂരിൽ നിന്നും നാഗർകോവിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വരുത്തുന്നുണ്ട്. What are the essential geographical factors required for the cultivation of vegetables and cereals? അതായത് പച്ചക്കറികളും cereals, ധാന്യങ്ങളൊക്കെ നമുക്കത് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, കൃഷി ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് ഫെർട്ടൈൽ സോയിൽ വേണം, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇതൊക്കെയാണ് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് നമുക്ക് നോക്കി എന്താ കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഇത് നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യമാണ്. മേജർ സോയിൽ ടൈപ്പും അവൈലബിലിറ്റി ഓഫ് വാട്ടറും. കേരളം, തമിഴ്നാട്ടില്
താരതമ്യം ചെയ്തേക്കണം. ഓക്കെ, കേരളത്തിലും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നല്ല മണ്ണും വെള്ളവും ജലവും എല്ലാം നമുക്ക് ആവശ്യമുള്ളതുണ്ട്, കൃഷിക്ക് അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്, തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തമിഴ്നാടിനെ ആശ്രയിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ട്രെൻഡുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എന്താ പറയുന്നത്, ഐ ഡോണ്ട് എഗ്രി, ഞാൻ ഇതിനൊട്ടും യോജിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് ഞാനൊട്ടും യോജിക്കുന്നില്ല. കാരണം കേരളത്തിന് എല്ലാവിധ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൃഷിക്ക് അനുയോജ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, അത് ഏറ്റവും നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെ, ഏറ്റവും നല്ലതായിട്ട് അത് ഉപയോഗിക്കുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക, തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യുക, ഇവിടെ തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി കാർഡ് 12 കൊടുത്തിരിക്കുന്ന എന്താണ്, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം. വിച്ച് ക്രോപ്പ് ഇസ് റെക്കോർഡഡ് ആസ് എ റെഗുലർ ഡിപ്ലീഷൻ ഇൻ ദ ലാൻഡ് ഏരിയ? കുറഞ്ഞു വന്നത് ഏത് വസ്തുവിനായിരുന്നു? പാഡിയാണോ ടപ്പിയോക്കയാണോ കുറഞ്ഞു പോകുന്നത്? ഓക്കെ, 7, 6, 2 ഇത് കുറയല്ലേ ചെയ്തത് അല്ലെ? വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും അതിന്റെ കൃഷി ഉൽപാദനം കുറയുകയായിരുന്നു അല്ലെ? പിന്നെ ആരൊക്കെ കുറയുന്നത്? ടപ്പിയോക്കയും കുറഞ്ഞു പോയത് അല്ലെ? ഇത് നോക്കി, കോക്കനട്ട് റബ്ബർ എന്താ കൂടിയല്ലേ പോയത്? 5, 7, 8, 1, 3, 5 ഇത് കൂടി പോവാം. അപ്പം ഏതായിരുന്നു ഡിപ്ലീഷൻ നടന്നത്? കുറവ് ആർക്കായിരുന്നു? പാഡിയും ടപ്പിയോക്കയും അല്ലെ? നെല്ലും അതുപോലെ മരിച്ചീനിയുമായിരുന്നു. ഏറ്റവും കൂടുതൽ കൃഷി ഏതായിരുന്നു നടന്നിരുന്നത്? ഏതൊക്കെ? കോക്കനട്ടും റബ്ബറും അല്ലെ? തെങ്ങും റബ്ബർ കൃഷിയുമായിരുന്നു. ഇനി വാട്ട് വർ ദ റീസൺസ് ഫോർ ദ റിഡക്ഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ കേരള? കേരളത്തില് ഇങ്ങനെ കൾട്ടിവബിൾ ലാൻഡ് കുറയാൻ കാരണം എന്താ? കൃഷിഭൂമി കുറയാൻ എന്തായിരുന്നു കാരണം പോപ്പുലേഷൻ കൂടി അല്ലെ? ജനസംഖ്യ കൂടുമ്പോൾ എന്താണ്, അവരതെല്ലാം എന്ത് ചെയ്യും? കൃഷിഭൂമി എല്ലാം നികത്തി അവിടെ എല്ലാം വീടുകൾ വെക്കും അല്ലെ? ഡിക്രീസ് ഇൻ കൾട്ടിവബിൾ ലാൻഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ നഗരവൽക്കരണമായി പോയി, അർബനൈസേഷൻ ആയി അല്ലെ? എല്ലായിടും എന്തുണ്ടായി? ഇൻഡസ്ട്രീസ് ഒക്കെ വന്നതിലൂടെ എന്ത് നടന്നു? യെസ്, കൃഷിഭൂമി കുറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ്, കുറച്ച് ബദൽ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എന്തൊക്കെയെന്ന് നോക്കി ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് വായിക്കണം. ആക്ടിവിറ്റി കാർഡ് 12 പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ അഗ്രേറിയൻ കൾച്ചർ, അതായത് കൃഷിപരമായ സംസ്കാരം നമുക്ക് തിരിച്ചെടുക്കാം. അതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാം. ഹൈഡ്രോപോണിക്സ് നല്ലൊരു മാർഗമാണ്. അതുപോലെ ടെറസ് ഫാമിംഗ്, കൃഷിഭൂമി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടെറസിൽ നമുക്ക് കൃഷി ചെയ്യാം. പ്രിസിഷൻ ഫാമിംഗ്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കയറി നോക്കുക. ഓക്കെ, ഗ്രീൻ ഹൗസ് നെറ്റ് ഫാമിംഗ്, ഇതിനൊന്നും നമുക്ക് എന്ത് വേണ്ട, ഒരുപാട് കൃഷിഭൂമിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പച്ചക്കറികൾ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന കുറെ ഓപ്ഷൻസ് ആണ് ഇത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു ഇന്റർവ്യൂ ദ അഗ്രികൾച്ചർ ഓഫീസർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് വെർമി കമ്പോസ്റ്റ്. വെർമി കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അത് നമ്മൾ അഗ്രികൾച്ചർ ഓഫീസറിനോട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. വെർമി കമ്പോസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ. എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? നമുക്ക് എന്തൊക്കെ ചോദിക്കാം? എത്ര എർത്ത് വോം വേണം, എത്ര വിര വേണം അതിന്, ഹൗ മച്ച് ക്വാണ്ടിറ്റി, ഒരു മാസം നമുക്ക് എന്തുമാത്രം വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കഴിയും, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇത് ഉണ്ടാക്കുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ്, എന്തൊക്കെ നഷ്ടങ്ങളാണ്, അതുപോലെ ഇത് നമുക്ക് എല്ലാ സീസൺസിലും, അതായത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ എല്ലാ സീസൺസും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണോ വെർമി കമ്പോസ്റ്റ്, അങ്ങനെ നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാം ഇതിന് എത്ര ചെലവാണ് എന്ന് നമുക്ക് അഗ്രികൾച്ചർ ഓഫീസിനോട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ആക്ടിവിറ്റി കാർഡ് 13 കൊടുത്തിരിക്കുന്നത് നമുക്ക് 4th ചാപ്റ്റർ ആണ്, ത്രൂ ദ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ആണ്. സോ നമ്മൾ ഡെയിലി ഒരുപാട് സാധനങ്ങളും സർവീസുകളും സേവനങ്ങളും സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ ഗുഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബുക്ക്, സോപ്പ്, കോമ്പ്, ടൂത്ത് പേസ്റ്റ്, ക്ലോത്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ? സർവീസുകൾ നമ്മൾ എന്തൊക്കെയാണ്? ടീച്ചിങ്, പോസ്റ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ സർവീസുകളാണ്. സോ എന്താണ് സർവീസ്, എന്താണ് ഗുഡ്സ്, ഇത് നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. സോ ഇത് ജസ്റ്റ് റിവിഷൻ പോലെ പോവുക. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പാഡി. നെൽകൃഷിയിലെ ഏതൊക്കെ സ്റ്റേജുകളാണുള്ളത് നോക്കിക്കേ. പ്ലവിംഗ് ഉണ്ട്, സോയിങ് ഉണ്ട്, റീപ്ലാന്റിംഗ് ഉണ്ട്, ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ഇവിടെ നമുക്ക് ഇന്ന് കൊടുത്തിരിക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ. അതായത് നെൽകൃഷിക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ആവശ്യമാണ്, അതുപോലെ ലേബറേഴ്സ്, ജോലിക്കാർ വേണം, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, വളം, കീടനാശിനികളൊക്കെ ആവശ്യമാണ്, ട്രാക്ടർ ആവശ്യമാണ്,
അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ഉപകരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇനി പ്രൊഡക്ഷൻ ഓഫ് ഷൂസിന് നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്? ബിൽഡിങ്സ് വേണം, വർക്കേഴ്സ് വേണം, റോ മെറ്റീരിയൽസ് വേണം, അതുപോലെ മെഷീനറി വേണം, ഇലക്ട്രിസിറ്റിയും എന്റർപ്രന്യൂർ സംരംഭകനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇതൊക്കെ ഒരുമിച്ച് വന്നാലേ നമുക്ക് എന്ത് നടക്കാൻ പറ്റത്തുള്ളൂ? പ്രൊഡക്ഷൻ ഓഫ് ഷൂ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഈ മാനുഫാക്ചറിങ് ഓഫ് ഷൂ നിർമ്മാണത്തിന് ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് സഹായമാകുന്നത്? അതായത് ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബിൽഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറി ഫംഗ്ഷൻ ചെയ്യുന്ന എവിടെയാണ്? ബിൽഡിങ്ങിലാണ് അല്ലെ? ഒരു കെട്ടിടം വേണം. മെഷീനറി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷൂവിന്റെ പല ഭാഗങ്ങൾ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്കേഴ്സിന്റെ പവർ അല്ലെ, അവരുടെ മാൻ പവർ ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യം. റോ മെറ്റീരിയൽസ് വേണം അല്ലെ, ലെതർ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള പ്ലാസ്റ്റിക്കോ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായാലേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റൂ. ഇലക്ട്രിസിറ്റി വേണം. മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. അതുപോലെ എന്റർപ്രന്യൂർ, ഇതെല്ലാം ചിലവാക്കാൻ ഒരു സംരംഭകൻ വേണ്ടേ അല്ലെ? ഇതെല്ലാം ഏറ്റെടുത്ത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സംരംഭകനും വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി കാർഡ് 14 കൊടുത്തിരിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉള്ള 4 ഘടകങ്ങളുള്ളത്. ഇതൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? ലാൻഡ്, ലേബറും, ക്യാപിറ്റലും, ഓർഗനൈസേഷനും. ഓക്കെ, സോ ഇതിനെക്കുറിച്ചെല്ലാം ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോട്ട് എഴുതാനുള്ള സ്പേസ് ഇല്ല. സോ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്തേക്കാണ്. ലാൻഡ് എന്താണ്, ലേബർ എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഓർഗനൈസേഷൻ എന്താണ്. സോ ഇത് നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത് നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനിൽ കണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം എടുത്ത് നോക്കുക. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് 6 പ്ലേലിസ്റ്റിലാണ് സോഷ്യൽ സയൻസിന്റെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 15 തന്നിരിക്കുന്ന ഷേപ്പ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അവസാനം ഇന്ന് തീരുമാനിച്ചു അത് സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? സോ അത് പൈത്തഗറസിന്റെ തത്വവും അരിസ്റ്റോട്ടലിന്റെയും അവരൊക്കെ എന്താ ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് പ്രൂവ് ചെയ്തു അല്ലേ? കോപ്പർനിക്കസ് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ആര്യഭട്ട നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോണോമറും എന്തിലായിരുന്നു വിശ്വസിച്ചത്? നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് സ്ഫെറിക്കൽ ആണെന്ന് വിശ്വസിച്ചു അല്ലേ? അത് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയാണെന്ന് ആര് പ്രൂവ് ചെയ്തു? ആര്യഭട്ടയും പ്രൂവ് ചെയ്തു. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന ചാപ്റ്ററിലെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്തത്? ആര്യഭട്ട, താലസ്, ഐസക് ന്യൂട്ടൺ, മാഗലൻ ഇവരൊക്കെ എന്താ ചെയ്തത്? ഭൂമി സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു താലസ് ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇതിന്റെ സ്വന്തം അച്ചുതണ്ടിലാ കറങ്ങുന്നതെന്ന് പറഞ്ഞായിരുന്നു ആര്യഭട്ടയായിരുന്നു. ഓക്കെ, വോയേജ് നടത്തത് കടലിൽ, അതായത് ഫുൾ ലോകം ചുറ്റി സഞ്ചരിച്ചത് ആരായിരുന്നു? മാഗലൻ ആയിരുന്നു. ഓക്കെ, അതുപോലെ പോൾസ് ആർ ഫ്ലാറ്റ് ഇത് തെളിയിച്ചത് ഒരു ജിയോയിഡ് ഷേപ്പ് ആണെന്ന് തെളിയിച്ചത് ആരായിരുന്നു? ഐസക് ന്യൂട്ടൺ. അതായത് ഭൂമിയുടെ അറ്റം ഫ്ലാറ്റ് ആണ്, മിഡില് ബൾജ് ചെയ്തിരിക്കുകയാണ്, മധ്യഭാഗം ഇങ്ങനെയാണ് ബൾജ് ചെയ്തിരിക്കുക എന്ന് ആരാ കണ്ടുപിടിച്ചത്? ഐസക് ന്യൂട്ടൺ ആയിരുന്നു സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി കാർഡ് 7 നമുക്ക് റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 90 ഡിഗ്രി നോർത്ത്, അത് ഏത് ഭാഗമാണ്? നോർത്ത് പോളിനാണ് നമ്മൾ 90 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത്. 66 ഹാഫ് ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിൾ ആണ്. ഓക്കെ, അതുപോലെ 23 ഹാഫ് ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ്. ഓക്കെ, 23 ഹാഫ് സൗത്ത് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. 66 ഹാഫ് ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ ആണ്. 90 ഡിഗ്രി സൗത്ത് സൗത്ത് പോൾ ആണ്. സോ ഇതൊക്കെ എന്താണ്? ലാറ്റിറ്റ്യൂഡൽ ലൈൻസ്, ലാറ്റിറ്റ്യൂഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യം. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുറുകെ പോകുന്ന ഏറ്റവും ലോങ്സ്റ്റ് ലൈൻ ഏതാണ്? ഇക്വേറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ലാറ്റിറ്റ്യൂഡിന് ശേഷം നമുക്ക് ഇവിടെ ലോങ്ങിറ്റ്യൂഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലോങ്ങിറ്റ്യൂഡിന്റെ സവിശേഷതകൾ, ഇത് കംപ്ലീറ്റ് ലോങ്ങിറ്റ്യൂഡ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ലോങ്ങിറ്റ്യൂഡിന്റെ സവിശേഷതകൾ? അത് ഞാൻ ഇവിടെ നിന്ന് തന്നെ എഴുതിയതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം. ഓക്കെ, സോ ഇതൊന്ന് പോസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 18 നമുക്ക് നെയിം ഓഫ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്താ വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഏത് ലോങ്ങിറ്റ്യൂഡ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്? 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ്. ഇവിടെ ഡിഗ്രി മാർക്ക് ചെയ്യണം കേട്ടോ. 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ്. വിച്ച് ലോങ്ങിറ്റ്യൂഡ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ടൈം? സമയം അളക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ലോങ്ങിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിലാണ്? 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
ആക്ടിവിറ്റി കാർഡ് 19 നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, ഓരോ സ്റ്റേറ്റും ലോങ്ങിറ്റ്യൂഡ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വന്നിരിക്കുന്നത്. 26 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡും 74 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡും വന്നിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാനാണ്. ഓക്കെ, അതുപോലെ 28 ഡിഗ്രി നോർത്തും 94 ഡിഗ്രി ഈസ്റ്റും ലോങ്ങിറ്റ്യൂഡ് വന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഇനി ഉത്തർപ്രദേശിലെ ലാറ്റിറ്റ്യൂഡ് 26 ഡിഗ്രി നോർത്ത് ആണ്. അതിൽ ലോങ്ങിറ്റ്യൂഡ് എത്രയാണ്? ലോങ്ങിറ്റ്യൂഡ് 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, തമിഴ്നാടുവിന്റെ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ല. ലോങ്ങിറ്റ്യൂഡ് 78 ഡിഗ്രി ഈസ്റ്റ് ആണ്. സോ ലാറ്റിറ്റ്യൂഡ് എത്രയാണ്? 10 ഡിഗ്രി നോർത്ത് ആണ്. ഓക്കെ, ആക്ടിവിറ്റി കാർഡ് 20 നമുക്ക് അറൌണ്ട് ദ സൺ റെവല്യൂഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റെവല്യൂഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്ത് നമ്മൾ എന്താ പറയുന്നത്? റെവല്യൂഷൻ എന്നാണ് പറയുന്നത് അല്ലേ? എത്ര ദിവസം പിടിക്കും? 365 1.25 ദിവസമാണ് ഒരു റെവല്യൂഷൻ പൂർത്തിയാകുന്നത്. അതിനെ നമ്മൾ ഒരു വർഷം എന്നാണ് പറയുന്നത്. റെവല്യൂഷൻ കാരണമാണ് നമുക്ക് പല സീസൺസ്, പല കാലങ്ങൾ ഉള്ളത്. ഓക്കെ, ഇനി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, റെയിനി സീസൺ, വിന്റർ സീസൺ, സമ്മർ സീസൺ. സോ ഈ ലാസ്റ്റ് കോളം അതിന്റെ പ്രത്യേകതകൾ ഏതൊക്കെ സമയത്താണ് അതാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജൂൺ തൊട്ട് ഓഗസ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. ഒക്ടോബർ തൊട്ട് നവംബർ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. അത് ഈ ഒരു കോളത്തിൽ ഫില്ല് ചെയ്യാം. ഇനി ഈ വിന്റർ സീസണിനെ കുറിച്ച് എന്ത് എഴുതാം? വിന്റർ സീസൺ ടെമ്പറേച്ചർ മച്ച് ലോവർ ആണ്, നല്ല തണുപ്പാണ്, ലോവസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, മഴ കുറവായിരിക്കും. സമ്മർ സീസൺ നമ്മൾ ലാസ്റ്റ് എന്ത് എഴുതും? റിലേറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ അല്ലെ, ഏറ്റവും ഭയങ്കര ചൂട് കൂടുതലായിരിക്കും, റെയിൻഫോൾ മഴ കുറവായിരിക്കും, ഹ്യൂമിഡ് വെതർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി കാർഡ് 21 നമുക്ക് വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ചാപ്റ്ററിലെയാണ്. ഓക്കെ, സോ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എവിടെയൊക്കെ ഉള്ളത് നോക്കി, ഇവിടെ തന്നെ ഉണ്ട്. നോക്കി എവിടെയൊക്കെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഉള്ളത് ഒന്ന് നോക്കിക്കേ. നമുക്ക് തന്നിട്ടുണ്ട് കോങ്കോ റിവർ ബേസിൻ ആഫ്രിക്കയിൽ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ആണ്. വേറെ എവിടെയുണ്ട്? ആമസോൺ റിവർ ബേസിനുണ്ട്. അതുപോലെ വേറെ എവിടെയുണ്ട്? മലേഷ്യ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ഓക്കെ, സോ ആ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. എന്തൊക്കെ പ്രത്യേകതയുള്ളത്? ഒന്ന്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. രണ്ട്, അവിടെ ഡെൻസ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണും, വനങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ട്രൈബ്സ് ഇൻ ദി ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനിലുള്ള അവിടുത്തെ ഗോത്രങ്ങൾ, ഏതൊക്കെ തരത്തിലെ ഗോത്രവർഗ്ഗക്കാർ അവിടെ ഉള്ളത്? ഒന്ന് പിഗ്മീസ് ഉണ്ട്, കുബു ഉണ്ട്, ദായക്, ഹുലി, സെമംഗസ്. ഈ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരാണ് ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ബേർഡ്സ്, ആനിമൽസ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദി ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. വെജിറ്റേഷൻ, അവിടെ സസ്യവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സസ്യങ്ങൾ, മരങ്ങളൊക്കെ എന്താണ്? ബേർഡ്സ് ആയ പക്ഷികളും മൃഗജാലങ്ങളും ഒക്കെ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ എന്തൊക്കെ വെജിറ്റേഷൻ ആണുള്ളത്? കിൻചോന, റബ്ബർ, വാണ്ട, മോസ്, റോസ്വുഡ്. ഇതൊക്കെ ഈ ചെടികളും മരങ്ങളും ഒക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. അവിടുത്തെ മൃഗജാലങ്ങളും പക്ഷികളും ഒക്കെ ഏതൊക്കെയാണ്? ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, ഈഗിൾ, ഒറംഗുട്ടൻസ്, പാരറ്റ്, ക്രോക്കഡൈൽ, ഹോൺബിൽ, ഹമ്മിങ് ബേർഡ് ഒക്കെയാണ് അവിടെ കാണപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള മൃഗങ്ങളും ബേർഡ്സുകളും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് ഡെസേർട്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, മരുഭൂമികളെ കുറിച്ചും വൻകരകൾ. അത് ഏതൊക്കെ വൻകരകളിലാണ്? സഹാറ ഡെസേർട്ട് ഏത് വൻകരയിലാണുള്ളത്? ആഫ്രിക്കയിലാണ്. ഓക്കെ, കലാഹരി ഡെസേർട്ട് ആഫ്രിക്കയിലാണ്. അറേബ്യൻ ഡെസേർട്ട്, അറേബ്യൻ മരുഭൂമി എവിടെ? ഏഷ്യയിലാണുള്ളത്. താർ ഡെസേർട്ട്, താർ മരുഭൂമി ഏഷ്യയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഓസ്ട്രേലിയയിലാണ്, അല്ലെങ്കിൽ ഓഷ്യാനിയ എന്ന് പറയാം. അറ്റക്കാമ ഡെസേർട്ട് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. മൊഹാവി ഡെസേർട്ട് മരുഭൂമി എവിടെയാണുള്ളത്? നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് നമുക്ക് പറഞ്ഞിരുന്നത് ക്ലൈമറ്റ്, കാലാവസ്ഥയെ കുറിച്ചാണ്. ഓക്കെ, ഹോട്ട് ഡെസേർട്ടിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഹോട്ട് ഡെസേർട്ടിൽ പൊതുവെ മരുഭൂമികൾ എങ്ങനെ? നല്ല ചൂടാണ് അല്ലെ, പകൽ സമയം ഭയങ്കര ചൂടായിരിക്കും. റെയിൻഫോൾ, അവിടെ മഴ വളരെ കുറവായിരിക്കും. ടെമ്പറേച്ചർ, കൂൾ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, രാത്രിയിൽ തണുപ്പാണ്. ഓക്കെ, ഇനി ഈ വേർഡ് വെർബ് കംപ്ലീറ്റ് ചെയ്യുക. പ്ലാന്റ് ഇൻ ദ ഡെസേർട്ട്, ഏതൊക്കെ തരത്തിലെ സസ്യങ്ങളാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന? അക്കേഷ്യയും കാക്ടസും പാം ട്രീയും ഡെസേർട്ട് റോസുമാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത്. ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങളാണ് മരുഭൂമിയിൽ കാണുന്നത്? ലിസേർഡ് സ്പീഷീസും, ക്യാമൽ ഉണ്ട്, ഹോഴ്സസ്, സ്കോർപ്പിയൻ, ഫോക്സും ഡോങ്കിയാണ് നമ്മൾ മരുഭൂമിയിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നമുക്ക് ക്ലോത്ത്സ്, അവിടെ എന്തൊക്കെ ഏതൊരു തരത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത്? യെസ്, ഇങ്ങനത്തെ വസ്ത്രങ്ങളാണ് അല്ലേ. എന്തുകൊണ്ട് അവർ ഇങ്ങനത്തെ ധരിക്കാൻ കാരണം? വൈ? കാരണം ടു എസ്കേപ്പ് ഫ്രം ദ സ്ട്രോങ് സാൻഡ് വിൻഡ്, ആ ഭയങ്കര മണല് പറക്കുന്ന കാറ്റാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ ചൂട്, അവിടുത്തെ ടെമ്പറേച്ചർ താങ്ങാൻ വേണ്ടിയും, പിന്നെ UV റേസ്, അൾട്രാ വയലറ്റ് റേസിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അവർ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത്. അവർ താമസിക്കുന്ന എവിടെയാണ്? ഇഗ്ലു ആണ് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. സോ ഇഗ്ലുവിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചെടുക്കണം കേട്ടോ.
നെക്സ്റ്റ് നോക്കി നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ആണ്. സോ അവര് ഐസ് ബ്ലോക്കിലല്ലേ താമസിക്കുന്നത്, ഇനുവിറ്റ്സ്. ആ ഐസ് ബ്ലോക്ക് ആ വീടുകൾക്ക് എന്താ പേര് പറയാ, ഇഗ്ലു എന്നാണ് പറയുന്നത് അല്ലേ. വാട്ട് ആർ ദ മെയിൻ ലിവ്ലിഹുഡ്സ് ഓഫ് ഇന്നുവിറ്റ്സ്? ഇന്നുവിറ്റ്സ് അവർ എന്താ കഴിക്കുന്നത്? അവർ വേട്ടയാടും, അതുപോലെ അവരെന്ത് ചെയ്യും, മീൻ പിടിക്കും, ഫിഷിംഗ് ആണ് അല്ലേ. ഇനി ഇന്നുവിറ്റ്സ് 6 മാസത്തോളം അവരൊരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം. ഓക്കെ, ലോങ് വിന്ററിൽ അവർ എങ്ങനെയാണ് പാർക്കുന്നത്? ഡ്യൂറിങ് ദിസ് ഡേ ദേ ഡു നോട്ട് ഗോ ഔട്ട് ഓഫ് ദി ഇഗ്ലു. ആ സമയത്ത്, ഈ 6 മാസ കാല സമയത്ത് അവർ ഇഗ്ലുവിന് പുറത്തേക്ക് പോകാറേ ഇല്ല. ഓക്കെ, അവർ പുറത്തേക്ക് പോകുന്നില്ല. സോ അവരെങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? അവർ സ്മോൾ ഗ്രൂപ്പ് ആയിട്ടാണ്. അവർ ഏത് കാലാവസ്ഥയിലും അഡാപ്റ്റഡ് ആണ്. അതായത് അവർക്ക് ഏത് കാലാവസ്ഥയിലും ജീവിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് ഉണ്ട്. ഒരു റിസോഴ്സസ് ഇല്ലെങ്കിലും വിഭവങ്ങളുടെ അഭാവത്തിലും അവർക്ക് കഴിയാൻ സാധിക്കും. അവർ എയർ ടൈറ്റ് ലെതർ ഷൂസും ഡബിൾ ലെയർ ജാക്കറ്റും ട്രൗസേഴ്സ്, അതായത് ഫർ എന്ന് പറഞ്ഞാൽ എന്താ, രോമം കൊണ്ടുള്ള അങ്ങനത്തെ നല്ല കട്ടിയുള്ള തുണിയാണ് അവർ ധരിക്കുന്നത്. ഓക്കെ, ദേ സ്റ്റോർ ഫുഡ് ഓഫ് 100 ആനിമൽസ്. ഈ 6 മാസ കാലഘട്ടത്തിൽ അവരെന്താ കഴിക്കുന്നത്? അവർ വേട്ടയാടിയ മൃഗങ്ങളൊക്കെ കാണും, അതൊക്കെ അവർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും ഈ 6 മാസത്തോളം. അതായിരിക്കും അവർ ഭക്ഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി, ക്ലൈമറ്റിക് സോൺസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് റീജിയൻ നോക്കിക്കേ, ഏതൊക്കെ സ്ഥലങ്ങളാണ്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഉണ്ട്, ഹോട്ട് ഡെസേർട്ട് ഉണ്ട്, അതുപോലെ നമുക്ക് ലാസ്റ്റ് ടുണ്ട്ര ക്ലൈമറ്റിക് റീജിയനും ഉണ്ട്. ഓക്കെ, സോ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ ലാറ്റിറ്റ്യൂഡ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും. ഡിഗ്രി നിങ്ങൾ അടയാളപ്പെടുത്തണം കേട്ടോ. ഞാനിവിടെ ഡിഗ്രിയുടെ ചിഹ്നം ഇട്ടിട്ടില്ല, ആ സിമ്പിൾ നിങ്ങൾ ഇടണം. ഫ്ലോർ, അവിടെ എന്തൊക്കെ സസ്യങ്ങളാണ് കാണുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ മഹാഗണി, എബണി, റോസ്വുഡ് ആണ്. ഫൗണ്ട്, അവിടുത്തെ മൃഗജാലങ്ങൾ എന്തൊക്കെയാണ്? ഏപ്പ്, ക്രോക്കഡൈൽ, ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഹോട്ട് ഡെസേർട്ടിൽ ലാറ്റിറ്റ്യൂഡ് 20 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി നോർത്തും, അതുപോലെ 20 ഡിഗ്രി സൗത്ത് തൊട്ട് 30 ഡിഗ്രി സൗത്ത് വരെയാണ് അവിടുത്തെ ലാറ്റിറ്റ്യൂഡ്. അവിടെ കാണുന്ന സസ്യവർഗ്ഗങ്ങൾ കാക്ടസും പാം ട്രീയും അക്കേഷ്യയാണ്. അവിടുത്തെ മൃഗജാലങ്ങൾ ക്യാമൽ, ഡോങ്കി, ഹോഴ്സ് ആണ്. ടുണ്ട്ര ക്ലൈമറ്റിക് റീജിയനിലെ ലാറ്റിറ്റ്യൂഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ഫ്ലോറയാണ്, അവിടുത്തെ ഫൗണയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി കാർഡ് 25 നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ഈ ഗ്ലോബിനെ കുറിച്ച് തന്നിട്ടുണ്ട്, നമ്മുടെ ഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല സോൺ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ സോൺ ഉണ്ട്, ട്രോപ്പിക്കൽ സോൺ ഉണ്ട്, ഫ്രിസിഡ് സോൺ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യം. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ, ഗിവ് റെഡ് കളർ ടു ട്രോപ്പിക്കൽ സോൺ. ട്രോപ്പിക്കൽ സോണിലിരിക്കുന്ന ഈ ഭാഗമല്ലേ, ഇവിടെ റെഡ് കളർ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഏത് കളറാണ് കൊടുക്കേണ്ടത്? ഇവിടെ റെഡ് കളർ കൊടുക്കണം. അതായത് ഈ ഭാഗം, ഈ ട്രോപ്പിക്കൽ സോൺ ഇതെല്ലാം ട്രോപ്പിക്കൽ സോൺ ആണല്ലോ. അപ്പൊ ഇത് ഫുൾ നിങ്ങൾ എന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കണം. പിന്നെ യെല്ലോ കളർ എവിടെയാണ് കൊടുക്കേണ്ടത്? യെല്ലോ കളർ ടു ടെമ്പറേച്ചർ സോൺ. അതായത് ഈ ഭാഗം, ഇത് ടെമ്പറേച്ചർ ആണ്. ഈ ഫുൾ ബോക്സും ഈ കാണുന്ന ഇവിടുത്തെ ഈ ബോക്സും എന്ത് കൊടുക്കണം? യെല്ലോ കളർ അടിക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? ലൈറ്റ് ബ്ലൂ കളർ ടു ഫ്രിസിഡ് സോൺ. ഫ്രിസിഡ് സോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗം എന്ത് ചെയ്യണം? ഇവിടെ കംപ്ലീറ്റ് നിങ്ങൾ ലൈറ്റ് ബ്ലൂ കളർ അടിക്കുക. ഓക്കെ, സോ അങ്ങനെ കളർ മാത്രം ചെയ്താൽ മതി, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി കാർഡ് 26 നമുക്ക് ക്ലൈമറ്റിക് റീജിയൻ ഏതൊക്കെയുള്ളത്? ട്രോപ്പിക്കൽ സോൺ ഉണ്ട്, ടെമ്പറേച്ചർ സോൺ ഉണ്ട്, ഫ്രിസിഡ് സോൺ ഉണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആ ഒരു പേജിൽ കണ്ട അതേ ചിത്രമാണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ആ ചിത്രത്തിൽ ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. കാരണം എന്താ? ഇതിൽ നിന്ന് ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ടെമ്പറേച്ചർ സോൺ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ സോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി നോർത്ത് തൊട്ട് 65 ഡിഗ്രി നോർത്ത് ആണ്. അതുപോലെ ഇവിടെ 30 ഡിഗ്രി സൗത്ത് തൊട്ട് 65 ഡിഗ്രി സൗത്ത് ആണ് ടെമ്പറേച്ചർ സോൺ അല്ലേ. ഇനി ഫ്രിസിഡ് സോൺ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ അല്ലേ ഫ്രിസിഡ് സോൺ, 65 ഡിഗ്രി നോർത്ത് തൊട്ട് 90 ഡിഗ്രി നോർത്തും 65 ഡിഗ്രി സൗത്ത് തൊട്ട് 90 ഡിഗ്രി സൗത്തും. അതാണ് ഞാൻ ഇവിടെ ലാറ്റിറ്റ്യൂഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി കാർഡ് 27 നമുക്ക് കൊണാർക്ക് സൺ ടെമ്പിളിനെ കുറിച്ചാണുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാ അറിയാം? 1246 AD-യിലായിരുന്നു അത് ബിൽഡ് ചെയ്തത്. ചന്ദ്രഭാഗ റിവറിലായിരുന്നു അത് സ്ഥാപിച്ചത്. പിന്നെന്തായിരുന്നു? നരസിംഹദേവായിരുന്നു അത് നിർമ്മിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ 1200 സ്കൾപ്റ്റേഴ്സ്, ജോലിക്കാരായിരുന്നു അവിടെ ഈ ഒരു കൊണാർക്ക് സൺ ടെമ്പിൾ നിർമ്മിച്ചത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ, നമ്മൾ ടെക്സ്റ്റിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൾട്ടി സ്റ്റോറി ടെമ്പിൾ കൺസ്ട്രക്റ്റഡ് യൂസിങ് ചെസൽ റോക്ക്. ബഹുനില ക്ഷേത്രങ്ങൾ പണിതല്ലോ. അപ്പോൾ ഒഡീസയിൽ പണിത ആ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ഏത് ക്ഷേത്രമാണ്? കൊണാർക്ക് സൺ ടെമ്പിൾ ആണ്. അതുപോലെ ബൃഹദീശ്വര ടെമ്പിളും എങ്ങനത്തെ ക്ഷേത്രമാണ്? ബഹുനില ക്ഷേത്രമാണ്. അത് എവിടെയാണ്? ലൊക്കേഷൻ ഏതാണ്? യെസ്, തഞ്ചാവൂരാണ് അല്ലെ, തമിഴ്നാട്ടില്. കാമാഖ്യ ടെമ്പിളും എങ്ങനത്തെയാണ്? കാമാഖ്യ ക്ഷേത്രവും ബഹുനില ക്ഷേത്രമായിരുന്നു, അത് ആസാമിലാണ്. ഓക്കെ, ഇനി ഖജുറാഹോ ടെമ്പിളിനെ കുറിച്ചുള്ള പ്രത്യേകത, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഈ വേർഡ് വെബ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഖജുറാഹോ ടെമ്പിൾ എവിടെയുള്ളത്? മധ്യപ്രദേശിലായിരുന്നു. ഓക്കെ, അതുപോലെ 12th CE-യിലായിരുന്നു അത് സ്ഥാപിച്ചത്. സ്കൾപ്ചേഴ്സ് ഓൺ ടെമ്പിൾ വാൾ, അവിടുത്തെ ചുമരുകളിലൊക്കെ എന്തുണ്ടായിരുന്നു? സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു, അതിന്റെ പ്രത്യേകതയായിരുന്നു. അതുപോലെ 85 അഡോൺ ടെമ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 28 നമുക്ക് ടെമ്പിൾ ആർക്കിടെക്ചറിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പലതരത്തിലുള്ള പ്രത്യേകതകളായിരുന്നു ഓരോ ക്ഷേത്രങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഒറ്റ കല്ലിൽ നിന്ന് നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു ഇത് പഞ്ചരഥാസ്, മഹാബലിപുരത്തുള്ള പഞ്ചരഥയും അതുപോലെ മഹാരാഷ്ട്രയിലുള്ള എല്ലോറ കേവ് ടെമ്പിൾ, എല്ലോറ ഗുഹ ക്ഷേത്രങ്ങളൊക്കെ എന്താണ് ഒറ്റ കല്ലിൽ ഒറ്റ പാറയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമായിരുന്നു. അതുപോലെ ബുദ്ധിസ്റ്റ്, ജൈൻ, വൈഷ്ണവൈറ്റ്, ഷൈവൈറ്റ്സ് ഒക്കെ അവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ അവിടെ ഒറ്റക്കല്ലിൽ ഉണ്ടായിരുന്നു. ഇനി നോക്കി ബൃഹദീശ്വര ടെമ്പിൾ, അത് എങ്ങനത്തെ ക്ഷേത്രമാണ്? മൾട്ടി സ്റ്റോറേഡ് ആയിരുന്നു അല്ലേ, അതായത് ബഹുനില ക്ഷേത്രമായിരുന്നു. അതുപോലെ കാമാഖ്യ ടെമ്പിൾ എന്താണ്? ബഹുനില ക്ഷേത്രം. ഇനി നോക്കിയേ ചുമരുകളിൽ, ക്ഷേത്രങ്ങളിലെ ചുമരുകൾ സ്കൾപ്ചേഴ്സ് അലങ്കരിക്കപ്പെട്ട ഏത് ക്ഷേത്രമാണ്? ഖജുറാഹോ ക്ഷേത്രമായിരുന്നു. ഓക്കെ. ആക്ടിവിറ്റി കാർഡ് 29 നമുക്ക് പോർച്ചുഗീസുകാർ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ, ഒരു വാസ്തുവിദ്യ സ്റ്റൈല് ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. ആ സ്റ്റൈലിന്റെ പേരെന്താ? നമ്മളെല്ലാം പഠിച്ച ഗോത്തിക് ആർക്കിടെക്ചർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. അതിന്റെ പ്രത്യേകത എന്താ? പോയിന്റഡ് ടവേഴ്സും ആർക്സും ആയിരുന്നു അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകൾ. ഓക്കെ. സോ അവർ നിർമ്മിച്ച 2 ചർച്ചുകളുണ്ട് ആ സ്റ്റൈൽ, ഗോത്തിക് സ്റ്റൈൽ നിർമ്മിച്ച 2 ചർച്ചുകൾ ഏതൊക്കെയായിരുന്നു? സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചിയും ബോം ജീസസ് ചർച്ച് ഇൻ ഗോവയും. ഓക്കെ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നമുക്ക് അറിയാവുന്ന കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരെഴുതാനാണ് പറയുന്നത്. നോക്കി, യു ആർ ഫെമിലിയർ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പേരെഴുതുക. അപ്പോൾ എന്ത് വേണേലും ഇവിടെ എഴുതാം, നിങ്ങൾക്ക് അറിയാവുന്ന. ഓക്കെ, ഞാനിവിടെ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇനി ഹിന്ദുസ്ഥാനി മ്യൂസിക് നോക്കിയേ. ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയായിരുന്നു? തബലയും സിത്താറും സരോദ് തമ്പുരും. ഓക്കെ. ഫേമസ് മ്യൂസീഷ്യൻ ആരായിരുന്നു? അമീർ ഖുസ്രോയും താൻസനുമായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു ഈ പറഞ്ഞവ. അതാരായിരുന്നു ഫേമസ് മ്യൂസീഷ്യൻ? പുരന്ദരദാസിയായിരുന്നു. ഓക്കെ. ഖവാലി മ്യൂസിക് കൊണ്ടുവന്ന ആരായിരുന്നു? സൂഫി സെയിൻസ് ആയിരുന്നു അല്ലെ, ഖാൻകയിലുള്ള സൂഫി സെയിൻസ് ആയിരുന്നു. ഓക്കെ. സോ ആ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 31 നമ്മൾ ഇത് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫ്യൂഡൽ സ്ട്രാറ്റയെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? പല ഇതുണ്ടല്ലേ, പല ലെവൽ ഉണ്ട്. നോക്കി, ഏറ്റവും ടോപ്പിൽ ആരാ ഉള്ളത്? കിങ് ആണ്. അതിനുശേഷം ലോർഡ്, ലെസർ ലോർഡ്, ഏറ്റവും താഴെ തട്ടിലാണ് ആരുള്ളത്? ഫാമേഴ്സ് ഉള്ളത് അല്ലേ, നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഇനി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ സ്ഥലം ലോർഡ്സിന്റെ കയ്യിലല്ലായിരുന്നു അല്ലെ, ലോർഡ് പ്രഭുക്കന്മാരുടെ ആ സ്ഥലങ്ങൾക്ക് ഇന്ന് പേരെന്തായിരുന്നു? മാനർ എന്നറിയപ്പെട്ടത് അല്ലേ. ഫ്യൂഡ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു ജർമ്മൻ വേർഡാണ് ഫ്യൂഡ്. അതിന്റെ അർത്ഥം എന്താണ്? എ പീസ് ഓഫ് ലാൻഡ്, ഒരു തുണ്ട് സ്ഥലം. ഓക്കെ. ഇനി ആ മിഡിവൽ യൂറോപ്പിലും മധ്യകാല യൂറോപ്പിലും ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു വ്യവസ്ഥ, സോഷ്യൽ സിസ്റ്റത്തിന്റെ പേരായിരുന്നു എന്ത്? ഫ്യൂഡലിസം. അവരുടെ സ്ട്രാറ്റത്തില്, അവരുടെ ആ ഒരു ഇതില് ഏറ്റവും താഴെത്തട്ടിൽ ആരായിരുന്നു? ഫാർമേഴ്സ് ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് വൺ നോക്കി, ഈ റീഡിംഗ് കാർഡ് നിങ്ങൾ റീഡ് ചെയ്യണം. ഓക്കെ, മറക്കാം, നല്ല വൃത്തിയായിട്ട് റീഡ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിലുള്ള കാര്യം. ഓക്കെ. സോ പെരുമാൾസ്, ആരെയാണ് പെരുമാൾസ് എന്നറിയപ്പെട്ടത്? മഹോദയപുരത്തിലെ അവിടുത്തെ റൂളേഴ്സ്, അവിടെ ഭരണം നടത്തിയവരെ എന്താണ് പറയുന്നത്? പെരുമാൾസ് എന്നായിരുന്നു അറിയപ്പെട്ടത്. വേർ വാസ് മഹോദയപുരം സിറ്റുവേറ്റഡ്? എവിടെയാണ് മഹോദയപുരം ഉണ്ടായിരുന്നത്? യെസ്, ദ പ്രസന്റ് കൊടുങ്ങല്ലൂർ, ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ, അതിന് ചുറ്റുപാടുമുള്ള സ്ഥലമാണ് അന്നത്തെ കാലത്തെ മഹോദയപുരം എന്നറിയപ്പെട്ടത്. ഓക്കെ. ഇൻ വാട്ട് ഓൾ നെയിംസ് ഓഫ് പെരുമാൾസ് നോൺ? പെരുമാൾസ് ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടത്? കുലശേഖര, ചേരാസ്, ചേരമൺ, ഇവരൊക്കെ പെരുമാൾസ് ആളുകളാണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് കൊടുങ്ങല്ലൂർ? കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരെന്തായിരുന്നു? മഹോദയപുരം അല്ലേ. നെക്സ്റ്റ് വൺ. ഈ മാപ്പ് നോക്കി, ഈ മാപ്പിൽ നമുക്ക് കുറേ സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പെരുമാക്കന്മാര് അന്നത്തെ കാലത്ത് നോർത്ത് തൊട്ട് സൗത്ത് വരെ കേരളം ഭരിച്ചിരുന്ന ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. ഓക്കെ. സോ ആ സ്ഥലങ്ങളുടെ പേരൊക്കെ നോക്കി നിങ്ങൾ ഓരോ സ്ഥലങ്ങളുടെ പേരും ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ എഴുതുക. നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ. പെരുമാക്കന്മാര് ഭരിച്ചിരുന്ന അവരുടെ സ്ഥലങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ടെമ്പിൾ ആർട്ട് ഫോംസും റിച്വൽ ആർട്ട് ഫോംസും ഉണ്ട് അല്ലേ. ക്ഷേത്ര കലകളും ഉണ്ട്, അതേപോലെ അനുഷ്ഠാന കലകളും ഉണ്ട്. ഓക്കെ. സോ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ ഇത്. സോ ഇവിടെ ക്ഷേത്രകലകൾ ഏതൊക്കെയായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഈ ഒരു ബോക്സ് ഉണ്ട്. എന്തൊക്കെ ടെമ്പിൾ ആർട്സ്? യെസ്, നോക്കി ഇവിടെ കഥകളി, കൂത്ത്, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, ഇതൊക്കെ എന്താണ്? യെസ്, ഇതൊക്കെ ടെമ്പിൾ ആർട്സ് ആണ്. ഇനി റിച്വൽ ആർട്സ് ഏതൊക്കെയാണ്? റിച്വൽ ആർട്സ് ഇവിടെ നോക്കി എന്തൊക്കെയുള്ളത്? തെയ്യം, തിറ, കലമ്പാട്ട്, പടയണി. ഓക്കെ. സോ അത്രയേ ഉള്ളൂ, അത് തന്നെ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. സോ ഇത്രയുള്ളായിരുന്നു നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ആക്ടിവിറ്റി കാർഡ്സ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ സ്റ്റാൻഡേർഡ് 6 പ്ലേലിസ്റ്റ് എടുത്ത് സോഷ്യൽ സയൻസിന്റെ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എടുത്ത് നോക്കുക. ഓക്കെ. ഏതെങ്കിലും പാർട്ട് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ എടുത്ത് നോക്കി ക്ലിയർ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. സോ ഒപ്പം എന്നെ ലൈക്ക് ചെയ്ത് എന്നെ ലൈക്കും കമന്റും ചെയ്ത് അറിയിക്കുക, എന്നാലേ എനിക്ക് അറിയാൻ കഴിയത്തുള്ളൂ അല്ലേ. So see you in the next video. Till then, bye. Thank you. God bless you.